പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. കാലത്തെ ആദ്യം ഉണർന്നത് അമ്മാളുമായിരുന്നു. നിഹേ, അവൾ കൊട്ടി വിളിച്ചു. എന്തടി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഡി, ടൈം എത്രയെന്ന് കണ്ടോ? 5:40. നീ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വേണ്ടേ പോകാൻ? ഓ, ഈ പെണ്ണ്, അതിന് നേരം വെളുക്കട്ടെ. നേരം വെളുത്തണ്ട നിഹ, നീ എഴുന്നേറ്റ് വാ, വേഗം റെഡിയാവ്. ശരി ശരി, നീ ചെല്ല്, ഞാൻ പിറകെ വന്നോളാം. ലേറ്റ് ആകരുതേ. ഓ ഇല്ല, നീ ചെല്ല്. അമ്മാള് പോയതും നിഹ വീണ്ടും പുതപ്പെടുത്ത് തലവഴി മൂടി. ഓ, ഇത് മറ്റേത് തന്നെ, പെണ്ണു പെട്ടു. നിഹ പെറുപെറുത്തു. അമ്മാളു ഫ്രഷായി തിരിച്ചു വന്നപ്പോൾ നിഹ ഉറക്കം തന്നെ. അവൾക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷെ ഒന്നും മിണ്ടാൻ പോയില്ലവൾ. പെട്ടെന്ന് തന്നെ റെഡിയായി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 7:30 കൂടി അവൾ ഹോസ്പിറ്റലിലെത്തി. ഡോണിൻ്റെ മമ്മിയെ അവൾ കണ്ടു. അലക്സിനെ നോക്കാൻ അവൾക്ക് അല്പം ഭയം തോന്നി. മാളവിക, കയറി വാ മോളെ, മമ്മി വിളിച്ചു. മമ്മി, എങ്ങനെയുണ്ട് ഇപ്പോൾ ഡോണിന്? പിന്നീട് കണ്ടായിരുന്നോ? കണ്ടു മോളെ, നൈറ്റിൽ ഒന്നുകൂടെ കണ്ടു. അവന് പെയിനുണ്ടായിരുന്നു. എന്നാലും സാരില്ല, എൻ്റെ മോനെ മാതാവ് തിരിച്ചു തന്നല്ലോ. അവരുടെ മിഴികൾ നിറഞ്ഞു. അനി, ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് അലക്സ് വെളിയിലേക്ക് പോയി. പപ്പയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മമ്മി? എനിക്കൊരു പേടി. ഏയ്, എന്തിന്? പപ്പ പാവമാണ്. അവൾ ഒന്ന് പുഞ്ചിരി തൂക്കി. പിന്നെ മോളെ, പഠനമൊക്കെ എങ്ങനെ പോന്നു? കുഴപ്പമില്ല മമ്മി, നന്നായി പഠിച്ചോണം കേട്ടോ. എൻ്റെ മോനെന്നങ്ങൾ മോളോട് അങ്ങനെയൊക്കെ പെരുമാറത്തിൽ മമ്മി സോറി പറയുന്നു. ഒക്കെ അവൻ്റെ അറിവില്ലായ്മയാണ്. അയ്യോ, അതൊന്നും സാരമില്ല മമ്മി, ഞാനതൊക്കെ അപ്പം തന്നെ വിട്ടു. മോൾക്ക് നല്ലൊരു ലൈഫ് കിട്ടും. അത്രയ്ക്ക് നല്ലൊരു മനസ്സാണ് മോളുടെ. സ്വന്തം പേരൻസ് പറയുന്നത് മാത്രമേ അനുസരിക്കൂവെന്ന് മോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിങ്ങനായിപ്പോയി. അവർ കയ്യിലിരുന്ന് കൊന്തയിലേക്ക് നോക്കി. അതെടുത്ത് ചുണ്ടോട് ചേർത്ത് മുത്തി. ഡോണിനെ മാത്രം മതി തനിക്ക്. തൻ്റെ അച്ഛനെ ഏട്ടന്മാരെ ഒക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഡോണില്ലാതെ ഇനി തനിക്കൊരു ജീവിതമില്ല. മമ്മിയോട് ഇതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വേണ്ട. ആദ്യം തൻ്റെ ഇഷ്ടം പറയുന്നത് അത് ഡോണിനോട് മാത്രമായിരിക്കും, അവൾ തീർച്ചപ്പെടുത്തി. മമ്മി, എന്താ മോളെ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, മോള് വാ. അവരവളെയും കൂട്ടി സർജിക്കൽ ഐസിയുവിൻ്റെ മുൻപിൽ ചെന്നു. ബെല്ലമർത്തിയപ്പോൾ ഒരു നേഴ്സ് വന്നു. ആവശ്യം അറിയിച്ചു. ഓരോരുത്തരെ കയറാൻ പറഞ്ഞു. ആദ്യം മമ്മിയെ നിർബന്ധിച്ചു. മമ്മി അവളോട് പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. മമ്മി കയറി കണ്ടതിന് ശേഷം അവൾ ചെന്നത്. AC-യുടെ തണുപ്പിലും അവളിൽ വിയർപ്പ് പൊടിഞ്ഞു. നോക്കിയപ്പോൾ കണ്ടു കയ്യിലും നെഞ്ചത്തുമൊക്കെ കെട്ടുമായി കിടക്കുന്ന ഡോണിനെ. വയറു മുതൽ പാദം വരെ മൂടിയിട്ടിരിക്കുകയാണ്. അവളെ കണ്ടതും ഡോൺ ഒന്നും ഞെട്ടി. മമ്മി ഒന്നും പറഞ്ഞില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ അടുത്തേക്ക് ചെന്നു. ഒരു വരണ്ട ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. ഡോൺ. അവൾ അവൻ്റെ വലത് കരത്തിൽ കൈകൊണ്ട് തോണ്ടി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. താൻ ഒറ്റയ്ക്കാണോ വന്നത്? ഉള്ളിലെ തേങ്ങൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൾ മൂളി. കണ്ണിൽ നിന്നും 2 നീർമുത്തുകൾ പൊഴിഞ്ഞു വരുന്നുണ്ട്. മാളു, അവൻ വിളിച്ചു. മുഖമുയർത്തിയില്ല. ഉള്ളിലാകെ ഒരു നൊമ്പരം. എടോ, അവൻ മെല്ലെ വിളിച്ചു. അവൾ മിഴികൾ ഉയർത്തി. സോറി മാളു, എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ, അവൻ പതിയെ പറഞ്ഞു. അവൻ്റെ വലതുകരത്തിലേക്ക് മാളു തൻ്റെ കൈ ചേർത്ത് വെച്ചു. ഡോൺ, ഐ എം സോറി. ഞാനെന്ന് അങ്ങനൊക്കെ. എനിക്കെന്നാലും ഇഷ്ടമാണ്. ഒരുപാട്. പെട്ടെന്ന് തന്നെ കോളേജിൽ വരണം. ഇടറിയ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. മാളു. പെട്ടെന്ന് തന്നെ അവൻ ശാസനയോടെ അവളെ വിളിച്ചു. ഇവിടെ നോക്ക്. എടോ, താൻ പോകാൻ നോക്ക്, ഇത് ഹോസ്പിറ്റലാണ്. അവൻ പെറുപെറുത്തു. മാളു അവനെ നോക്കി. എനിക്കത് എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ബെറ്റായിരുന്നു. ഇയാളെക്കൊണ്ട് തിരിച്ചിഷ്ടമാണെന്ന് പറയിപ്പിക്കുക എന്നുള്ളത്. അല്ലാതെ താൻ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. അവൾ അവൻ്റെ വാക്കുകൾ കേട്ട് സ്തംഭിച്ചു നിന്നു. ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത്? അവൻ്റെ ശബ്ദം അല്പം കൂടെ ഗൗരവത്തിലായി. ഡോൺ,
ഞാൻ പ്ലീസ് മാളു, ഒന്ന് പോയി തരൂ. എനിക്കല്പം സമാധാനം വേണം. അതും പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു. മാളു വേഗം തന്നെ അവിടുന്ന് പുറത്തിറങ്ങി. കരയാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ ആനയുടെ അടുത്തേക്ക് വന്നു. ഞാൻ പോട്ടെ മമ്മി. ആ, മോള് പോവാണോ? അതിന് സമയമായില്ല, 8:30 ആകുന്നേ ഉള്ളൂ. വരൂ, നമുക്ക് റൂമിലിരിക്കാം. വേണ്ട മമ്മി, ഞാൻ പൊയ്ക്കോളാം, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അയ്യോ, മോള് കാപ്പി കുടിച്ചോ? കഴിച്ചിട്ടാ വന്നേ. പോട്ടെ, പപ്പയോട് പറഞ്ഞേക്ക്. അവൾ അവരോട് യാത്ര പറഞ്ഞ് വേഗം റൂമിൽ നിന്ന് ഇറങ്ങി. തിരികെ കോളേജിലേക്ക് പോകാനേ അവൾക്ക് മനസ്സ് വന്നില്ല. പക്ഷേ എക്സാം അടുത്തു വരുന്നു. ആദ്യം ഒന്ന് ബസ്സിൽ തന്നെ അവൾ കയറി. കണ്ണുകൾ നിറഞ്ഞു തൂവുന്നു. ഡോൺ അവൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ബെറ്റായിരുന്നു തന്നോട് പ്രണയം അഭ്യർത്ഥിച്ചു വന്നത്. അവനപ്പോൾ തന്നെ ചതിക്കുമായിരുന്നു. അവനല്പം സമാധാനം വേണം. ഒന്നിറങ്ങി പോയി തരുമെന്ന് പറഞ്ഞത് ഓർക്കും തോറും മാളുവിന് സങ്കടം ഏറി വന്നു. നിഹയുടെ അടുത്ത് ഒന്ന് എത്തിയാൽ മതിയെന്നായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ. ബസ് ഇറങ്ങിയവൾ കോളേജിലേക്ക് വേഗം നടന്നു. ക്ലാസ്സിൽ വന്നപ്പോൾ ആരും അങ്ങനെ എത്തിയിട്ടില്ല. അവൾ വെറുതെ നോട്ട്സ് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നു. നിഹയൊന്ന് വരാൻ ലേശം താമസിച്ചു. മാളുവിനെ കണ്ടതും നിഹയ്ക്ക് ചെറിയ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. നിനക്കെന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഒന്നും മിണ്ടാതൊരൊറ്റ പോക്ക്. ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നിനക്കറിയോ? അവളുടെ അടുത്തേക്ക് വന്ന് നിഹ പറഞ്ഞു. മാളുവിൻ്റെ മുഖം കുനിഞ്ഞു. അത് കണ്ടതും നിഹയ്ക്ക് വിഷമമായി. ആ, അതൊക്കെ പോട്ടെ. നിന്റെ അച്ചായൻ എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? മാളു അപ്പോഴും മുഖം താഴ്ത്തി തന്നെയാണ് ഇരിക്കുന്നത്. ഡി മാളു. അവൾ മാളുവിനെ തോണ്ടി. എന്താടി, എന്താ പ്രശ്നം? അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് ടീച്ചർ കയറി വന്നു. മാളു, എന്താടി, എനി പ്രോബ്ലം? നിഹ വീണ്ടും വിളിച്ചു. ഞാൻ പറയാം, കുറച്ച് കഴിയട്ടെ. മാളുവിൻ്റെ മനസ്സിൽ ഒരുപാട് വേദനിക്കുന്ന എന്തോ സംഭവിച്ചുവെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഹരി നേരത്തെ ഉണർന്ന് റെഡിയായി ആരെയോ കാണാൻ പുറത്തേക്ക് പോയി. ഗൗരി വെറുതെ റൂമിലിരുന്നു. ദേവിയും നീലിമയും അവളെ വിളിച്ചു. ഹരി അടുത്തില്ലെന്ന് അവൾ അവരോട് പറഞ്ഞു. ദേവിക്ക് എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സ് മന്ത്രിക്കും പോലെ ഒരു തോന്നൽ. അതുകൊണ്ടവർ ഇടയ്ക്കെല്ലാം ഗൗരിയെ വിളിക്കും. 10 മണിയായി ഹരി തിരിച്ചു വന്നപ്പോൾ, എടോ, താൻ വിശന്ന് കാണുമല്ലേ? വരൂ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അവൻ താല്പര്യത്തോടെ വിളിച്ചു. ഗൗരി പക്ഷേ മുഖം കനപ്പിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. സോറിഡോ, എനിക്ക് കാണേണ്ട പാർട്ടി ലേറ്റായിട്ടാണ് വന്നത്. റെസ്റ്റോറൻറ്റിലേക്ക് നടക്കും വഴി അവൻ മെല്ലെ പറഞ്ഞു. ഫുഡൊക്കെ കഴിഞ്ഞ് അവർ രണ്ടാളും കൂടി ഇറങ്ങി. ഹരി എവിടേക്കാണ് പോകുന്നതെന്നോ ആരെ കാണുവാനാണെന്നോ ഒന്നും ഗൗരിക്ക് യാതൊരു ഐഡിയയുമില്ല. യാത്രയിലുടനീളം ഹരി സന്തോഷത്തിലായിരുന്നു. കാരണം എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൾ തന്നെ സ്വീകരിക്കുമെന്നാണ് അവൻ്റെ ഉള്ളിലെ പ്രതീക്ഷ മുഴുവൻ. അതിനുവേണ്ടിയാണ് അവൻ തൻ്റെ കൂട്ടുകാരനായ കേശുവിനെ കാണാൻ പോകുന്നത്. നമ്മൾ എങ്ങോട്ടാ ഹരി? എന്താ നിങ്ങളുടെ ഉദ്ദേശം? കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഗൗരി ചോദിച്ചു. ഹരി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഹരി പ്ലീസ്, അവൾ അവനോട് കെഞ്ചി. എൻ്റെ ഗൗരിക്കുട്ടി, നീ എന്നെക്കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങൂ. അതെ, എന്നാ കേട്ടോ, ഒരു ചെറിയ കുമ്പസാരാണ്. അവൾക്കൊന്നും മനസ്സിലായില്ല. എന്താടോ, പിടികിട്ടിയില്ലേ? ഇല്ല. എൻ്റെ പെണ്ണെ, അതൊക്കെ അറിയാൻ 1 മണിക്കൂർ കൂടെ മതി. പെട്ടെന്ന് ഹരിയുടെ ഫോൺ ശബ്ദിച്ചു. ആ, എടാ കേശു, നീ എവിടാ? ഞാൻ ദേ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആണോ? ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. സാരല്ലടാ, വരുമ്പോൾ കാണാം. എന്തായാലും ആഫ്റ്റർനൂൺ നീ എത്തില്ലേ? ഓക്കെ. അവൻ കോൾ കട്ട് ചെയ്തു. ആ ഗൗരി, നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേശുവിനെയാണ് കേട്ടോ. BBA ചെയ്തതും MBA ചെയ്തതുമൊക്കെ ഞാൻ കോയമ്പത്തൂർ നെഹ്റു കോളേജിലാണ്. അവിടെ വെച്ചുള്ള എൻ്റെ പരിചയമാണ് കേശുവായിട്ട്. ഓൾമോസ്റ്റ് 12 ഇയേഴ്സ് പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. അതിന് അയാളെ ഇപ്പം കണ്ടിട്ടെന്താ? അതൊക്കെ ഉണ്ട് എൻ്റെ മോളെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ കയറിക്കൂടെന്ന് ഹരി മോഹിക്കണ്ട. അതൊരിക്കലും നടക്കില്ല. അവൾ അടിവരയിട്ട് പറഞ്ഞു. ഹരി ഒരു നിമിഷം അവളെ നോക്കി. അങ്ങനെ പറയാതെ ഗൗരി. പറയും. സാക്ഷാൽ ഈശ്വരം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല. ഉറപ്പാണത്. ഗൗരി,
ഇത്രയും മൂർച്ചയേറിയ വാക്കുകളൊന്നും പറയല്ലേ, പിന്നീട് താൻ വിഷമിക്കേണ്ടി വരും. അവനത് പറയുകയും ഗൗരി പൊട്ടിച്ചിരിച്ചു. ഞാൻ വിഷമിക്കാനോ? അതും നിങ്ങളെ ഓർത്ത്? എന്തൊരു തമാശയാണ്. അവൾ വീണ്ടും വീണ്ടും ചിരിച്ചു. എന്താടോ, കളിയാക്കുവാണോ? അല്ല ഹരി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഓ, നിന്റെ കാമുകൻ്റെ അടുത്തേക്ക് പോകാനാണോ? അതിനാണോ ഇത്ര തിടുക്കം? അങ്ങനെയും പറയാം. അത്രയ്ക്കിഷ്ടമാണോ നിങ്ങൾ തമ്മിൽ? കുറച്ച് നിമിഷം അവൾ ആലോചിച്ചു. എന്നിട്ട് അവനെ നോക്കി പറഞ്ഞു, അതെ ഹരി, അത്രയ്ക്കിഷ്ടമാണ്. തീരുമാനത്തിൽ മാറ്റമില്ലല്ലോ അല്ലേ? ഇല്ല ഹരി, എത്ര തവണ പറഞ്ഞു? എന്തിനാണ് എന്നോട് കൂടെ കൂടെ ഇങ്ങനെ ചോദിക്കുന്നേ? വെറുതെ ചോദിച്ചതാ, ഇനി ഒരിക്കലും ചോദിക്കില്ല, പോരെ? അവൻ പറഞ്ഞു. ഹരി, ഇങ്ങനൊരു യാത്രയുടെ ആവശ്യമുണ്ടോ? അവൻ വണ്ടി നിർത്തി. താൻ ചോദിച്ചത് ശരിയാണ്, ഇനി പോകുന്നതിൽ അർത്ഥമില്ല. അവൻ ഫോൺ എടുത്തു. ഞാൻ കേശുവിനെ ഒന്ന് വിളിക്കട്ടെ? ഫോൺ റിങ് ചെയ്യുന്നത് അവളും കേട്ടു. പക്ഷെ മറുഭാഗത്തു നിന്നും അറ്റൻഡ് ചെയ്തില്ല. അവൻ എടുത്തില്ല. സാരമില്ല ഹരി, ഇവിടെ വരെ വന്നതല്ലേ, കണ്ടിട്ട് പോകാം. ഏയ് വേണ്ടടോ, വെറുതെ, അതിൻ്റെ ആവശ്യമില്ല. അവൻ വണ്ടി തിരിച്ചു. അപ്പോഴേക്കും ഹരിയുടെ ഫോണിലേക്ക് കൂട്ടുകാരൻ്റെ വിളി വന്നു. ആ കേശു, അതേടാ, വിളിച്ചിരുന്നു. എടാ അതെ, നമുക്ക് പിന്നൊരിക്കൽ മീറ്റ് ചെയ്യാം, ഞാനിപ്പോൾ പോവാം. ഒരുപാട് ഒഴിവ് കഴിവുകൾ അവൻ പറഞ്ഞെങ്കിലും കൂട്ടുകാരൻ അവനോട് തന്നെ കണ്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അതും മതി ഹരി, കണ്ടിട്ട് പോകാം. ഗൗരി കൂടി നിർബന്ധിച്ചപ്പോൾ അവനും അങ്ങനെ തീരുമാനിച്ചു. ഇൻ്റർവെൽ ടൈമിലാണ് നിഹയോട് മാളു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓ ജീസസ്, ഇതൊക്കെ സത്യമാണോ മാളു? യെസ്, ഡോൺ എന്നോട് പറഞ്ഞു അവൻ്റെ അരികിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. താങ്ക്സ് ജീസസ്, അവൻ്റെ ഉള്ളിലിരിപ്പ് ഇപ്പോഴെങ്കിലും പുറത്തു വന്നല്ലോ. എൻ്റെ മാളൊന്ന് രക്ഷപ്പെട്ടു, അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. മാളു വെളിയിലേക്ക് നോക്കി ആലോചനയിലിരിക്കുകയാണ്. ടീ മാളു, നീ എന്താ ഒന്നും മിണ്ടാത്തേ? നിനക്കവനെ പിരിയാൻ വയ്യേ? എന്നിട്ടും അവളൊരു മറുപടിയും പറഞ്ഞില്ല. നിന്നെ വേണ്ടാത്തവനെ നിനക്ക് വേണോ? മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഡീ, അവൻ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചു, അത് സത്യമല്ലേ? അതെ. എൻ്റെ മാളു, അവൻ ഇത്രയ്ക്ക് നെറിയിട്ടവനായിരുന്നല്ലോ ഡി. സാരല്ല, എന്തായാലും നീ അവനോട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ, നന്നായി. ഇങ്ങനൊരു ഡെവിളായിരുന്നു അവനെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. എന്നാലും ഒരെന്നാലുമില്ല, നിനക്ക് അവനോട് ജസ്റ്റ് സിമ്പതി മാത്രമേ ഉള്ളൂ, അല്ലാതെ ഡീപ്പ് ലവ് ഒന്നുമില്ല. നെവർ മൈൻഡ്, നിഹ പറഞ്ഞു. മാളു പിന്നീട് അതേപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. പക്ഷേ നിഹയ്ക്കറിയാം അവൾക്ക് ഒരുപാട് സങ്കടമായിന്ന്. മാളു അവനെ ഇത്രത്തോളം സ്നേഹിച്ചത് എപ്പോഴാണെന്ന് പോലും നിഹ ഓർത്തു. ലഞ്ച് ബ്രേക്ക് ടൈം ആയിരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചിരിക്കുകയാണ്. ദേവ് ഹാഫ് ഡേ ലീവായിരുന്നു. അവൻ വന്ന് ഡെസ്കിലേക്ക് തല കുമ്പിട്ടിരുന്നു. എല്ലാവരും അവനെ ശ്രദ്ധിച്ചു. എന്താടാ, എന്തു പറ്റി? ഒന്ന് രണ്ട് ബോയ്സ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ദേവ്, വാട്ട് ഹാപ്പൻ? നിനക്ക് സുഖമില്ലടാ? അവൻ്റെ ഫ്രണ്ട് അഫ്സൽ ചോദിച്ചു. ഓ, ഒന്നും പറയണ്ടളിയ, ഞാൻ മെഡിസിറ്റി വരെ പോയതാണ്, ദേവ് പറഞ്ഞു. മാളുവും നെഹയും കാതു കൂർപ്പിച്ചു. എന്താടാ, ആരാ ഹോസ്പിറ്റലിൽ? അത് പിന്നെ എൻ്റെ ഹോസ്റ്റൽ മേറ്റ് ഡോൺ അലക്സ്. ആ ചേട്ടൻ ആക്സിഡൻ്റായി, കാണാൻ പോയതാ. ഓ ശരി ശരി, ഇപ്പം എങ്ങനെയുണ്ട്? ആ ചേട്ടൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമമായി, പാവം. എന്താടാ, അതിന് മാത്രം എന്തു പറ്റി? പുള്ളി രക്ഷപ്പെട്ടെന്നല്ലേ ഇന്നലെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞേ? ശരിയാണ്, ആള് രക്ഷപ്പെട്ടു. പക്ഷേ അവൻ പറഞ്ഞു നിർത്തി. മാളുവിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. എന്താടാ, എന്തു പറ്റി? അഫ്സൽ ചോദിച്ചതും മാളുവും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. എടാ, അത് പിന്നെ ഡോൺ ചേട്ടൻ്റെ ഇടത് കാല് അത് പോയടാ. ഓ മൈ ഗോഡ്, കഷ്ടമായല്ലോ. സത്യമാണോ ദേവ്? മാളു അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ദേവ് അവളെ ഒന്ന് നോക്കി. ഇപ്പോൾ ആർത്തലച്ച് പെയ്യാൻ നിൽക്കുന്ന പേമാരി പോലെയാണ് അവളുടെ മിഴികളെന്ന് അവന് തോന്നി. അതേ മാളവിക, ഡോൺ ചേട്ടൻ്റെ ഒരു കാല് പോയടോ, പാവം. ഞങ്ങൾക്കൊക്കെ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല, അവൻ പറഞ്ഞു. നിഹമൻ അവളുടെ കയ്യിൽ പിടിച്ചു. മാളു, നീ വാ, നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം.
മാളു നിഹയെ സൂക്ഷിച്ചു നോക്കി. എടി നീ വാ പറയട്ടെ. നിഹ അവളെയും കൂട്ടി ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോയി. കൈ കഴുകിയ ശേഷം നിഹ മാതാവിൻ്റെ പള്ളിയിലേക്കാണ് പോയത്. അവിടെ ഇരുന്ന് സംസാരിക്കണം മാളുവിനോട് അവൾ തീർച്ചപ്പെടുത്തി. മാളു, എടി നീ ഒന്നും സംസാരിക്കാതിരുന്നാൽ എങ്ങനെയാ? എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചോ. സാഹചര്യത്തോട് പൊരുത്തപ്പെടണം. നിഹ, നീ വൈകിട്ട് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഒന്ന് വരുമോ? എന്തിന്? ഇനി അങ്ങോട്ട് നീ പോകണ്ട. നീ അങ്ങനെ പറയരുത്. എനിക്കറിയാം ഡോൺ, അവൻ എന്നോട് വെറുതെ പറഞ്ഞതാ ഞാൻ അവനൊരു ശല്യമാണെന്നൊക്കെ. അവൻ്റെ സിറ്റുവേഷൻ ഓർത്ത് വിഷമം കൊണ്ടാണ്. മാളു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യം നിഹ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ഡോൺ, അവൻ എന്നെ ഇഷ്ടമാണ്, എനിക്കറിയാം. മാളു, നീ മേടിക്കും എൻ്റെ കയ്യിൽ നിന്ന്. അവന് നിന്നോട് ഇഷ്ടം? മണ്ണാങ്കട്ട. അല്ലടി, സത്യമായിട്ട് അവൻ എന്നോട് ഇഷ്ടമുണ്ട്. എനിക്കത് ഉറപ്പാണ്. ശരി, ആണെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ നീ ഇനി തിരിച്ചവനോട് ഇഷ്ടം പറയോ? അതാണോ നിൻ്റെ പ്ലാന്? മാളുവിൻ്റെ മിഴികൾ താഴ്ന്നു. പറയടി, നീ ഇനി അവനെ പ്രേമിക്കാൻ പോവാണോ? മാളുവിൻ്റെ മൗനം നിഹയെ കൂടുതൽ ചൊടിപ്പിച്ചു. അങ്ങനെ നീ പ്രേമിച്ചിട്ട് എന്തോ ചെയ്യാനാ? നിൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ ഈ മാരേജിന്? മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിഹ പ്ലീസ്. എടി മാളു, നീ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിയുള്ളൂ. ഒന്നും പോയി ചാടരുത് കേട്ടോ. പിന്നീട് വിഷമിക്കാൻ ഇടവരുത്തരുത്. നീ മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് നിൻ്റെ ഫാമിലിക്കല്ലേ? അങ്ങനെയുള്ള നീയാണോ ഇതുപോലുള്ള ഒരു വിഡ്ഢിത്തം പറയുന്നത്? എന്താടി, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? അവൾ തലകുലുക്കി. പിന്നെ എന്തിനാണ് നീ ഈ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? നിനക്ക് നിൻ്റെ അച്ഛനും ഏട്ടന്മാരും ഒക്കെ പറയുന്നതല്ലേ വലുത്. അവർ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. നീ തന്നെയല്ലേ ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നീയാണോ മാളു ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാളു അവളോടൊന്നും പറയാതിരിക്കുകയാണ്. മാളു, ഡോണിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് നിനക്കുണ്ടായ സഹതാപം, അതിൻ്റെ പുറത്തു വന്ന മാറ്റമാണിത്. സാരല്ല, കുറച്ചു കഴിഞ്ഞ് മാറും. ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നുവെന്ന് നീ ഓർത്താൽ മതി. അവൾ വെറുതെ തലകുലുക്കി. എടി പെണ്ണേ, ഈ ലൈഫെന്ന് പറയുമ്പോൾ പ്രണയവും വിരഹവും വേദനയും ഒക്കെ കാണും. കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടി തല പുണ്ണാക്കണ്ട. നിഹ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വാടി, നമുക്ക് മാതാവിൻ്റെ അടുത്തൊന്ന് കയറാം. അവിടെ പോയി കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ മൈൻഡ് റിലാക്സ് ആവും. നിഹ പറഞ്ഞപ്പോൾ മാളുവും അവൾക്കൊപ്പം പള്ളിയിലേക്ക് കയറി. രണ്ടാളും മാതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞതും അവർ ഇരുവരും എഴുന്നേറ്റു. മാളുവാണെങ്കിൽ മാതാവിൻ്റെ തിരുരൂപത്തിന് മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് ആ മിഴികളിലേക്ക് നോക്കി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ. ശേഷം നിഹയുടെ കയ്യിൽ പിടിച്ചു. നിഹ, പറയടി. ഞാൻ ഒരു തീരുമാനം എടുത്തു. എന്താടി? ഈ മാതാവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുവാണ്. പറ. അത് പിന്നെ ഡോൺ എന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഉറപ്പായും എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അവനാവും. അവൻ്റെ കുറവുകളൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ലൈഫിൽ ഈശ്വരൻ കാത്തുവെച്ചത് ഇങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. അതിൽ സന്തോഷിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ ജീവിക്കും. ഉറച്ചതായിരുന്ന അവളുടെ വാക്കുകൾ നിഹ അവളെ നോക്കി അന്തിച്ചു നിന്നു. മാളു, നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? ഏസ് നിഹ, 100% എനിക്ക് ഉറപ്പുണ്ട്. ഡോണിന് എന്നോടുണ്ടായിരുന്നത് വെറും ടൈം പാസ് ലവ് അല്ല. എങ്കിൽ ഞാൻ അവൻ്റെ പെണ്ണാവും. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. അച്ഛൻ സമ്മതിക്കുമെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. വിശ്വാസം തെറ്റിപ്പോയാലോ? അതപ്പോഴല്ലേ. അങ്ങനെ സംഭവിച്ചാൽ നീ എന്തു ചെയ്യും? അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോവോ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ അച്ഛനെയും ഏട്ടന്മാരെയും ധിക്കരിച്ച് ഞാൻ പോകില്ല. പക്ഷേ ഡോൺ അല്ലാത്തൊരു പുരുഷൻ എൻ്റെ ലൈഫിൽ പിന്നെ ഉണ്ടാവില്ല. നിഹ പിന്നീട് അവളോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടൊരു കാര്യവുമില്ലെന്ന് അവൾക്ക് തോന്നി. രണ്ടാളും കൂടി ക്ലാസ്സിലേക്ക് നടന്നു. ഡി, നീ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഒന്ന് വരണം കേട്ടോ. മാളു, നീ ആലോചിക്കാതെ എടുത്തു ചാടിയൊന്നും ചെയ്യല്ലേ. എന്നിട്ട് അവസാനം വിഷമിക്കാൻ. നീ മിണ്ടാതെ എൻ്റെ കൂടെ വാ.
എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. മാളു അവളുടെ കയ്യിൽ പിടിച്ച് നടന്നു. കേശു എത്തുമ്പോഴേക്കും 5 മണി കഴിയുമെന്നാണ് അവൻ ഹരിയെ അറിയിച്ചത്. അതുകൊണ്ട് ഹരിയും ഗൗരിയും കൂടി തിരിച്ച് ഹോട്ടലിലേക്ക് പോന്നു. അവളെ ഹോട്ടലിൽ ചെന്നാക്കിയിട്ട് ആരെയോ കാണുവാനായി ഹരി വീണ്ടും പോയി. ഗൗരി ഫോണെടുത്ത് തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. അതിനുശേഷം അവൾ ലക്ഷ്മി ചേച്ചിയെ വിളിച്ചു. ചേച്ചിയോട് സംസാരിക്കുന്നതിനിടയിൽ നന്ദുവിൻ്റെ കോൾ വരുന്നുണ്ട്. ചേച്ചിയോടുള്ള സംഭാഷണം അവസാനിപ്പിച്ച് അവൾ നന്ദുവിനെ തിരിച്ചു വിളിച്ചു. നന്ദു ബാങ്ക് കോച്ചിങ്ങിന് ചേരുവാൻ കൊല്ലത്തേക്ക് പോവാണെന്നും അവിടെ അഭിയേട്ടൻ അവൾക്ക് പഠിക്കുവാനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്നും അറിയിച്ചു. ഗൗരിക്കത് കേട്ട് ഒരുപാട് സന്തോഷമായി. കാരണം നന്ദുവിൻ്റെ ആഗ്രഹമായിരുന്നു അവിടെ പോയി കോച്ചിങ്ങിന് ചേരണമെന്നുള്ളത്. നന്ദുവിന് എല്ലാവിധ ആശംസകളും നേർന്ന് ഗൗരി ഫോൺ കട്ട് ചെയ്തു. റൂമിൻ്റെ കോർണറിൽ കിടന്ന ഒരു ചൂരൽ കസേരയിൽ പോയി അവൾ ഇരിപ്പുറപ്പിച്ചു. അവളുടെ മനസ്സിൽ മുഴുവനും ഹരി കുറച്ചു മുൻപേ അവളോട് ചോദിച്ച ചോദ്യമാണ്, തനിക്ക് തൻ്റെ കാമുകനെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ തൻ്റെ ലൈഫിൽ ഇതുവരെ തനിക്ക് അങ്ങനെ ഒരു കാമുകനോ പ്രണയമോ ഒന്നുമില്ലായിരുന്നു. ഹരിയോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ നന്ദുവിൻ്റെ വീട്ടിൽ വെച്ച് അവിചാരിതമായി കണ്ടുമുട്ടിയതാണ് അഭിയേട്ടനെ. ഏതൊരു പെൺകുട്ടിയും പോലെ തനിക്കും എപ്പോഴൊക്കെയോ അഭിയേട്ടനോട് ചെറിയൊരു ഇഷ്ടം തോന്നി. നന്ദു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇടയ്ക്കെപ്പോഴോ താനും ഓർത്തിരുന്നു അഭിയേട്ടനും ഒന്നിച്ചുള്ള ഒരു ജീവിതം. അത് പക്ഷെ ഒരിക്കലും ഒരു പ്രണയമായിരുന്നില്ല. നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അഭിയേട്ടനെന്നറിഞ്ഞപ്പോൾ താനൊന്ന് മോഹിച്ചു. അത് ശരിയാണ്. പക്ഷെ ഒരിക്കലും അഭിയേട്ടനെ തൻ്റെ കാമുകൻ്റെ സ്ഥാനത്ത് സങ്കല്പിച്ചിട്ട് പോലുമില്ല. വെറുമൊരു ആകർഷണത്തിൻ്റെ പുറത്ത് ഒരു കൗമാരക്കാരിക്ക് തോന്നിയ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. ഒരുപക്ഷെ ഹരി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ താൻ അഭിയേട്ടനെ വിവാഹം കഴിച്ചേനെയെന്ന് ഓർത്തിട്ടുണ്ട്. ഹരിയുടെ അമ്മ പറഞ്ഞ പോലെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ജീവിതത്തിൽ. ഹരി തന്നോട് മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അതിനു പകരം താൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി. ഇത്രയും വിദ്യാഭ്യാസവും വിവരവും പക്വതയുമുള്ള താന് എന്തിനാണിങ്ങനെ തൻ്റെ ജീവിതം നശിപ്പിച്ചത്? ഹരിയോട് പ്രതികാര മനോഭാവം വെച്ചു പുലർത്താൻ പാടില്ലായിരുന്നു. ഹരിക്കുള്ള ശിക്ഷ കോടതി നടപ്പാക്കിയനെ. താൻ വെറുതെ തൻ്റെ ജീവിതം വെച്ച് കളിക്കുവാണ് ചെയ്തത്. എല്ലാം കൂടി ഓർത്തപ്പോൾ ഗൗരിക്ക് ഭ്രാന്ത് പിടിച്ചു. ഇതിപ്പോൾ അമ്മ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാതെ നടന്ന് എനിക്ക് എന്തൊരു ദുർമതിയാണ് സംഭവിച്ചത്? തൻ്റെ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും എല്ലാവരോടും കളവ് പറഞ്ഞുകൊണ്ട് താൻ ഹരിയുമായി സ്നേഹത്തിലായിരുന്നുവെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? ഒടുവിൽ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തൻ്റെ ജീവിതത്തിൽ ഇന്നോളം അച്ഛനോട് താൻ ചെറിയൊരു കളവ് പോലും പറഞ്ഞിട്ടില്ല. ആ അച്ഛൻ ഇതെല്ലാം അറിയുമ്പോൾ തന്നെ വെറുക്കും. ലക്ഷ്മി ചേച്ചി പോലും പലവട്ടം തന്നോട് ചോദിച്ചതാണ് എന്തെങ്കിലും അവരിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോയെന്ന്. അപ്പോഴെല്ലാം താൻ ചേച്ചിയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയതാണ്. എല്ലാം കൈവിട്ടുപോയി. എവിടേക്കെങ്കിലും ഓടി ഒളിക്കുവാനാണ് അവൾക്കപ്പോൾ തോന്നിയത്. എന്തൊക്കെയോ നഷ്ടങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളോട് ആരോ പറയും പോലെ ഗൗരിക്ക് തോന്നി. എല്ലാത്തിനും ഈശ്വരൻ തന്നെ തുണയെന്ന് അവൾ വിശ്വസിച്ചു. പക്ഷെ എന്തു വന്നാലും ഹരിയുമൊത്തൊരു ജീവിതം, അത് ഈ ജന്മം വേണ്ട. അതവൾ തീരുമാനിച്ചുറപ്പിച്ചു. തുടരും.